എല്ലാ കൊല്ലവും പിഷാരിക്കാവ് അമ്പലത്തിൽ ഉത്സവം ഉണ്ടാകുമ്പോൾ വിചാരിക്കുന്നതാണ് കേട്ടോ അമ്പലത്തിൽ പോകണമെന്ന്. പക്ഷെ എത്രയും കാലം എനിക്ക് നടന്നിട്ടില്ല. ഓരോരോ പ്രശ്നങ്ങൾ കാരണം മുടങ്ങിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഈ പ്രാവശ്യം ഞാനും ഏട്ടനും അമ്മയും റിച്ചോസും കൂടിയാണ് പോകുന്നത്. അമ്മയും ഇതുവരെ അമ്പലത്തിൽ പോയിട്ടില്ല കേട്ടോ. അമ്പലത്തിൽ പോയിട്ടുണ്ട്, പക്ഷേ എങ്കിൽ ഉത്സവത്തിന് ഇതുവരെ പോയിട്ടില്ല. ഉച്ചയ്ക്ക് ഒരു മണി 1:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 2 മണി 2:15 ആയപ്പോഴാണ് ഞങ്ങൾ അമ്പലത്തിലെത്തിയത്. അമ്പലത്തിൽ നല്ല തിരക്കാണ് കേട്ടോ, നല്ല തിരക്കായിരുന്നു. വണ്ടി ഞങ്ങൾ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നേ. അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ റിച്ചോസ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആനേനെ കാണണം എന്ന്. അങ്ങനെ ഞങ്ങൾ ആനേനെ കാണിച്ചു കൊടുത്തു കേട്ടോ. 3 ആനകളുണ്ടായിരുന്നു, 2 കൊമ്പനും ഒരു പെണ്ണുമായിരുന്നു കേട്ടോ. കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ. 20 രൂപ, 30 രൂപ, 40 രൂപ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ കുറേ റേറ്റ് കുറവിലുള്ള സ്റ്റാളുകൾ, പിന്നെ ഫുഡ് സ്റ്റാളുകൾ, റേറ്റ് കുറവിൻ്റെ കമ്മലുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നേ. പൊരി, നുറുക്ക് അങ്ങനത്തെ സ്റ്റാളുകൾ, അങ്ങനെ ഒരുപാട് ഇതുണ്ടായിരുന്നു കേട്ടോ. അവിടെ 2 ഭാഗത്തും ഇങ്ങനെ സ്റ്റാളുകളാണ് കേട്ടോ. നേരെ അമ്പലത്തിൻ്റെ മുന്നിൽ ചെന്ന് ഒരാളോട് ചോദിച്ചു എവിടെ നിന്നാണ് ഭക്ഷണം കൊടുക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ബേക്ക് ഭാഗത്തു നിന്നാണെന്ന്. അങ്ങനെയുള്ള അവിടെ പോയി നോക്കുമ്പോൾ 500, 1000, 2000 ആൾക്കാരില്ലായിരുന്നു, 10,000 കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. വരിക്ക് നിൽക്കുന്നു. 2 മണി 3 മണി ആയിട്ടൊന്നും ഈ വരി കുറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം തന്നെ വരിക്ക് പോയി നിന്നു. അങ്ങനെ കുറേ ഇങ്ങനെ വരി പോകുന്നുണ്ട്. ഭക്ഷണശാല എന്നറിയുന്ന ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായിട്ടോ. 4 മണിയായതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുമ്പോൾ. അങ്ങനെ ഊട്ടുപുര കയറി. ചോറ്, സാമ്പാർ, അച്ചാർ, രസം, കാളൻ, അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിനുള്ളിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി നിന്നേ. ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് നടപ്പന്തലിൽ പാദരക്ഷകൾ അഴിച്ചു വെക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
വാങ്ങിയതൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു 5 മണി 5:30 ആയപ്പം തിരിച്ച് പോന്നേ. വരുന്ന വഴിക്ക് ഐസ്ക്രീം വാങ്ങിട്ടോ. ഐസ്ക്രീം വലിയ വിളക്കിൻ്റെ അന്ന് പോയതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും വരവൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു കേട്ടോ. റോഡ് തീരെ വണ്ടികളൊന്നും വിടുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ ഞങ്ങൾ പുറത്തിറങ്ങി തിരിച്ച് പോന്നിട്ടുണ്ട്.